ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ഹോച്ചിമിൻ മൊസോളിയമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ബോഡി ഇന്നും ഒരു ഗ്ലാസ് കേസിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ അച്ചടക്കത്തോടു കൂടി വേണം അവിടെ സന്ദർശിക്കുവാൻ. അതുകൊണ്ട് തന്നെ ക്യാമറ അനുവദനീയമായിരുന്നില്ല. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഇതുപോലൊന്നും മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറൊരു സവിശേഷത ഈ റെഡ് ലാൻറ്റേൺസ് ആണ് കേട്ടോ. എത്ര രസമാണെന്നറിയോ കാണാൻ. ശരിക്കും ഇത് പോസിറ്റീവ് എനർജിയും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഇത്ര കാണിക്കുന്നത്. കൂടുതൽ അമ്പലങ്ങളുടെ അടുത്താണ് കേട്ടോ ഇത് കാണുന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഇപ്പോൾ അമ്പലം കാണാൻ വന്നിരിക്കുകയാണ്. അമ്പലത്തിലെല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ മണി മുഴങ്ങുന്നത് കേൾക്കാം. ശരിക്കും നമ്മുടെ നാട്ടിൽ അതേ പ്രാർത്ഥനയുടെ അതേ രീതിയാണ്. എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ വിശ്വാസികൾ അവരുടെ രീതികൾ പാലിക്കുന്ന ആ വേ ഉണ്ടല്ലോ, അത് ഏതാണ്ട് സെയിം ആണെന്ന് തോന്നുന്നു. ഇവിടെ ചെന്നപ്പോൾ മന്ത്രോച്ചാരണത്തിൻ്റെ ഒരു ധ്വനിയാണ് കേട്ടത്. ശരിക്കും ഇവിടെ കാണാനുണ്ട്. ഞാൻ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കാണിച്ചതേ ഉള്ളൂ. ചുറ്റുവട്ടവും ഒരുപാട് കാണാനുണ്ട്. നമ്മളവിടെ ചരടൊക്കെ കിട്ടാറില്ലേ നാട്ടിൽ, മരങ്ങളിൽ. ഇവിടെ നിറയെ എനിക്ക് ബൾബുകളാണ് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് അലങ്കാരമായിരിക്കാം. പകലായതുകൊണ്ട് ശരിക്കും വ്യക്തതയില്ല. പിന്നെ നമ്മളെ ആകർഷിച്ച വേറൊരു കാര്യം സൂപ്പുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ്. സൂപ്പുകൾ തന്നെ പലതരമുണ്ട്. ഇലകൾ കൊണ്ടുള്ളതുണ്ട്, ചിക്കൻ കൊണ്ടുള്ളതുണ്ട്, നൂഡിൽസ് കൊണ്ടുള്ളതുണ്ട്. ഇതൊക്കെ കൂടാതെ ഇതൊക്കെ ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സാധാരണ സൂപ്പുകളൊക്കെ നമ്മൾ നല്ല കട്ടിയായിട്ടല്ലേ കാണുക. ഇത് നല്ല നേർത്തതായിട്ടാണ്. ഞാൻ എൻ്റെ മോളോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾക്കത് ഓക്കെയാണ്. പക്ഷേ എനിക്കത് കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം നമുക്കിതൊരു വേറൊരു രുചി നോക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ വേറൊരു സംഭവം. ഇനിയൊരു കോഫിയെക്കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. അടുത്ത വീഡിയോയിലാണേ. ബൈ ഫോർ നൗ.